റഷ്യൻ പ്രതിരോധ വ്യവസായ രംഗം അതിന്റെ ഏറ്റവും തീക്ഷ്ണവും വിപുലവുമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. യുക്രൈനിലെ പ്രത്യേക സൈനിക നടപടിയും ഉപരോധങ്ങളെയും പാശ്ചാത്യ വെല്ലുവിളികളെയും അതിജീവിച്ച് റഷ്യ തങ്ങളുടെ ആയുധ നിർമ്മാണ ശേഷി റെക്കോർഡ് വേഗത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നാവിക പ്രതിരോധ ശേഷിയിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 5ാം തലമുറ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി വികസിപ്പിക്കുന്നുവെന്ന് റഷ്യ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. സംഘർഷ സാഹചര്യങ്ങൾ അയവില്ലാതെ തുടരുമ്പോൾ പ്രതിരോധ രംഗത്തെ റഷ്യയുടെ ഓരോ നീക്കവും ഏറെ ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ ആഗോള സുരക്ഷാ ചർച്ചകളിൽ റഷ്യ വികസിപ്പിച്ച പോസിഡോൺ പോലെയുള്ള ആയുധങ്ങൾ പലപ്പോഴും ചർച്ചകൾക്ക് കാരണമാകാറുണ്ട്. പാശ്ചാത്യ മാധ്യമത്തിൽ അന്ത്യദിന ആയുധം എന്ന ഭീതിജനക മുദ്രയോടെയാണ് ഇവ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ ആയുധത്തിന്റെ ഉത്ഭവവും ലക്ഷ്യവും വിശദമായി പരിശോധിച്ചാൽ ഇത് അനിയന്ത്രിതമായ ആക്രമണ മനോഭാവത്തേക്കാൾ ശീതയുദ്ധാനന്തര കാലഘട്ടത്തിൽ തന്ത്രപ്രധാനമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ റഷ്യ സ്വീകരിക്കുന്ന പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാകും. ഒരുപക്ഷേ യുദ്ധം ഒഴിവാക്കുന്നതിനുള്ള ശക്തമായ തടയണകളാണ് ഏറ്റവും ഫലപ്രദമെന്ന റഷ്യൻ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് പോസിഡോൺ. സ്റ്റാറ്റസ് 6 എന്നും അറിയപ്പെടുന്ന ഈ സംവിധാനം പരമ്പരാഗത ടോർപിഡോകളെയോ അന്തർവാഹിനികളെയോ പോലെ നേരിട്ടുള്ള നാവിക പോരാട്ടത്തിനായി രൂപകൽപ്പന ചെയ്തതല്ല, മറിച്ച് ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർക്കുകയോ മറികടക്കുകയോ ചെയ്യുന്ന തരത്തിൽ രണ്ടാമത്തെ ആക്രമണശേഷി ഉറപ്പാക്കാനുള്ള ഒരു തന്ത്രപരമായ ഉപകരണമായാകും പ്രവർത്തിക്കുക. ഒരു സ്വയംഭരണ ആണവോർജ്ജ സംവിധാനമായതിനാൽ പോസിഡോണിന് സിദ്ധാന്തപരമായി പരിധിയില്ലാത്ത ദൂരപരിധിയുണ്ടെന്നും 1000 മീറ്റർ വരെ ആഴത്തിൽ ദീർഘനേരം പ്രവർത്തിക്കാനാകുമെന്നും സൂചനയുണ്ട്. ഇത് നിലവിലുള്ള മിക്ക അന്തർവാഹിനികളുടെയും സംവിധാനങ്ങളുടെയും പ്രാപ്തിക്ക് അപ്പുറമുള്ള ഒരു സാങ്കേതിക നേട്ടമാണ്. 2018 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആദ്യമായി പോസിഡോണിന്റെ അസ്തിത്വം പരസ്യമായി വെളിപ്പെടുത്തിയപ്പോൾ അതൊരു ഭീഷണി പ്രഖ്യാപനം എന്നതിലുപരി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഏകപക്ഷീയമായി വികസിപ്പിക്കുന്നതിനെതിരായ ഒരു തന്ത്രപ്രധാനമായ പ്രതികരണമായിരുന്നു. എന്നാൽ പോസിഡോണിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വിവാദപരമായ വാദങ്ങളിൽ ഒന്ന് ഇത് വൻതോതിലുള്ള സുനാമിക്ക് കാരണമായേക്കാം എന്ന അവകാശവാദമാണ്. ശാസ്ത്രലോകത്ത് ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും വെള്ളത്തിനടിയിലുള്ള ഒരു വലിയ ആണവ സ്ഫോടനം തീരപ്രദേശങ്ങളിൽ ദീർഘകാല പരിസ്ഥിതി നാശവും റേഡിയോ ആക്റ്റീവ് മലിനീകരണവും സൃഷ്ടിക്കുമെന്നതിൽ വിദഗ്ധർ പൊതുവെ ഏകാഭിപ്രായത്തിലാണ്. എന്നാൽ റഷ്യൻ കാഴ്ചപ്പാടിൽ ഇതിന്റെ ഉദ്ദേശം ഭീതിയുണ്ടാക്കുകയല്ല, മറിച്ച് ശത്രുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുക എന്നതാണ്. അതായത് ഒരു വലിയ ആണവാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആക്രമണകാരികൾക്ക് അംഗീകരിക്കാനാകാത്ത നഷ്ടം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുക എന്നർത്ഥം. ഈ സംവിധാനത്തിന്റെ വിന്യാസവുമായി ബന്ധപ്പെട്ട് റഷ്യ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ അന്തർവാഹിനിയാണ് ബെൽഗറോഡ്. ഇവയെ യുദ്ധത്തിനുള്ള ആക്രമണ ആയുധങ്ങളായല്ല, മറിച്ച് തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് റഷ്യ കാണുന്നത്. ഒന്നിലധികം പോസിഡോൺ ഡ്രോണുകൾ വഹിക്കാൻ കഴിയുന്ന ഇത്തരം അന്തർവാഹിനികൾ റഷ്യയുടെ രണ്ടാമത്തെ ആക്രമണശേഷിയെ കൂടുതൽ കരുത്തുള്ളതാക്കുന്നു.